അപ്പോൾ പുതിയ തലമുറയോട് ചോദിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ചൊക്കെ വെറുതെ ഇരിക്കണം. 4 ദിവസം പണിയെടുക്കുക, 3 ദിവസം ഫ്രീ ആയിട്ടിരിക്കുക. അധ്വാനിക്കുന്നവന് വിയർക്കുമ്പോഴാണ് അവൻ്റെ ഹാപ്പിനെസ്. പണിയെടുത്ത് പൂർത്തിയാക്കുമ്പോൾ അൽഹംദുലില്ലാ. നിങ്ങളൊക്കെ ഇപ്പോൾ ചെറുപ്പത്തിലെ നല്ല ബിസിനസ് ചെയ്ത് ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിയില്ല, പുറത്തു പോകേണ്ടതില്ല എന്ന് മനസ്സിലാക്കിയില്ല. ഈ ആശയം മറ്റുള്ളവരോട് പങ്കുവയ്ക്കണം. ഇബാദത്തായിട്ട് എങ്ങനെയാണ് ഒരു കച്ചവടം മാറുന്നത്? ഇപ്പോൾ ഭക്ഷണം കച്ചവടം ചെയ്യുന്ന മറ്റുള്ളവൻ്റെ വിശപ്പ് മാറ്റാനാണല്ലോ. മനുഷ്യരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക, ഇതാണ് കച്ചവടക്കാരൻ ചെയ്യുന്നത്. സത്യവാനും വിശ്വസ്തനുമായുള്ള കച്ചവടക്കാരൻ രക്തസാക്ഷികളോടൊപ്പം സ്വർഗത്തിലാണ് എന്നുള്ളൊരു മോട്ടിവേഷൻ, ഒരു വല്ലാത്തൊരു മോട്ടിവേഷനാണ്. അത് ഏതൊരു ഓഡിയൻസിനോട് സംസാരിക്കുമ്പോഴും ഭയങ്കര കാം ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ സ്റ്റേജിൽ കയറിയിട്ടുണ്ട് എന്നുള്ള തോന്നലിൽ നിന്നാണ് അതുണ്ടാകുന്നത്. അപ്പോൾ ഓൾ ദ വേൾഡ് ഈസ് എ സ്റ്റേജ് എന്ന് പറഞ്ഞില്ലേ, നമ്മൾ എപ്പോഴും ഒരു സ്റ്റേജിൽ തന്നെയാണ്. ഇപ്പോഴത്തെ ജനറേഷനിൽ പലരും ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. ഒന്ന് ഇസ്തിഖാറ, മറ്റൊന്ന് ഇസ്തിഷാറ. പ്ലാനിങ് ഈസ് ദ ഹാഫ് ഓഫ് യുവർ ലൈഫ്. ഹാഫ് മതി. പ്ലാൻ ചെയ്തു, എക്സിക്യൂഷൻ ചെയ്തു, ഈവൻ ദർ ഇസ് എ ചാൻസ് ടു ഫെയിൽ. കമ്മ്യൂണിക്കേഷനിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഫാസ്റ്റാണ് ജെൻസി. വേർഡ്ലെസ് കമ്മ്യൂണിക്കേഷൻ, ഇമോജീസ്, ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ എളുപ്പത്തിൽ ഇവരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു കാര്യം കൺവേ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ടീമാണ്. ഹാപ്പിനെസ് എന്താണ് എന്നതിനെക്കുറിച്ചുള്ള വലിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ലോകത്ത് പരന്നിട്ടുണ്ട്. ഓരോരുത്തർക്കും എന്താണ് അവരുടെ ലക്ഷ്യം, അത് അച്ചീവ് ചെയ്യുന്നതിനാണ് അവർ സക്സസ് എന്ന് പറയുന്നത്. അതാണോ ശരിക്കും? ഞാൻ ഫെയിലറായിട്ടില്ല, ആ കാര്യം ഫെയിലറായി. ആ കാര്യം ഫെയിലർ ആവുക എന്നുള്ളത് എൻ്റെ ഒരു വിജയമായിരിക്കും. പേര് താഹിർ എന്നാണ്. ഐ എം MBA സ്റ്റുഡൻറ്റ് ടീം ബിസിനസ് സ്കൂൾ. അതിൻ്റെ ഭാഗത്തു നിന്ന് പറയുകയാണെങ്കിൽ എന്താണ് നമ്മൾ ഈ ചർച്ച കൊണ്ട് അർത്ഥമാക്കുന്നത്, ഇതിൻ്റെ ഒരു വിഷൻ എന്താണ് ആക്ച്വലി? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത് ആക്ച്വലി നിങ്ങളെപ്പോലുള്ള പുതിയ ജനറേഷനിൽപ്പെട്ട ആളുകൾ, ബിസിനസ് രംഗത്തേക്ക് കടന്നു വരുന്നവർ, അല്ലെങ്കിൽ ബിസിനസ് ആരംഭിച്ചവർ, അത്തരം തലമുറയുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കുക, നിങ്ങളുടെ ആശയങ്ങളെയും പുതിയ ട്രെൻഡുകളെയൊക്കെ മനസ്സിലാക്കുക. നമുക്കതിലെന്തെങ്കിലും ആഡ് ചെയ്യാനുള്ളതോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് പഠിക്കാനുള്ളതോ എല്ലാം ഉണ്ടാവാമല്ലോ. ആ നിലക്കുള്ള ഒരു സൗഹൃദ സംഭാഷണമാണ് ഉദ്ദേശിച്ചത്. എന്തായിരുന്നു? ഹംദാൻ. എവിടെ നിന്നാണ്? കുറ്റ്യാടിയാണ് സ്വദേശം. നിലവിലിപ്പം കുറ്റ്യാടി വെളിച്ചെണ്ണ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിൽ മാർക്കറ്റിംഗ് ഹെഡായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തതാണ്. MSW ആണ് പഠിച്ചിട്ടുള്ളത്. എവിടെ നിന്ന് MSW ചെയ്തത്? രാജീവ് ഗാന്ധി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യൂത്ത് ഡെവലപ്മെൻറ്റ് സ്പെഷ്യലൈസേഷനാണ് നിലവിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ബിസിനസ് നിലവിലിപ്പോൾ ഹെൻഡർഫിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷനിൽ മെൻറ്റർ എന്നുള്ള രീതിയിലും കൂടെ പേഴ്സണൽ സ്റ്റാർട്ടപ്പാണ്. അതിൽ നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറൻ്റ്ലി നമുക്ക് ഗവൺമെൻറ് ഓപ്പർച്യൂണിറ്റീസ് കുറേ ഉണ്ട്. PMEGP അതുപോലെ MSME പോലെയുള്ള ഫണ്ടിങ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആൻഡ് സെയിം സിറ്റുവേഷൻ നമ്മൾ ജനറേഷൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുക എന്നുള്ളതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മൾ കൂടുതലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പേപ്പർ വർക്ക്, അവർക്കൊരു ഫണ്ടിങ് കിട്ടുന്നവരെ അവർക്ക് സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ. അപ്പോൾ ഒരു കമ്പനിയുടെ മാർക്കറ്റിംഗ് മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതെ അതെ. സക്സസ്ഫുൾ ആണോ? സക്സസ്ഫുൾ ആസ് എ ജോബ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ ഹാപ്പിയാണോ? കമ്പാരിറ്റീവ്ലി സാലറീഡായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തുണ്ട്, നമുക്ക് മാർക്കറ്റ് മറ്റൊരു പ്രൊഡക്റ്റ് പോലെയല്ല വെളിച്ചെണ്ണയുടെ എന്ന് പറയുന്നത്. ആളുകൾക്ക് കുറച്ചുകൂടി ഈസിലി അവൈലബിൾ ആണ് റോ മെറ്റീരിയൽസ്. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകൾ, കോമ്പറ്റീഷൻ കമ്പാരിറ്റീവ്ലി നമുക്ക് ഈ ഫീൽഡിൽ കുറച്ചുകൂടി കൂടുതലാണ്. മാത്രമല്ല കുറ്റ്യാടി എന്ന് പറഞ്ഞ ബ്രാൻഡിൽ 3-4 സെയിം പ്രൊഡക്റ്റുകൾ നമുക്ക് നിലവിലിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കോമ്പറ്റീഷൻ നമുക്ക് ഉണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്, നിലവിൽ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. പേര് മുഹമ്മദ് നബീൽ എന്നാണ്. പരപ്പനങ്ങാടിയാണ് സ്വദേശം വരുന്നത്. കറൻറ്റ്ലി ചെയ്യുന്നത് NB ഗ്രൂപ്പ് എന്ന ഒരു പാരൻറ്റ് കമ്പനിയുടെ അണ്ടറിൽ 3 വെഞ്ചേഴ്സ് റൺ ചെയ്യുന്നുണ്ട്. അതിൽ ഒന്ന് NB ബ്രാൻഡ് ഹൗസ് എന്ന് പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയാണ്. ഒരു കംപ്ലീറ്റ് 360 ഡിജിറ്റൽ സർവീസ് കൊടുക്കുന്ന ഒരു ഏജൻസിയാണ് അതിൽ സർവീസ് കൊടുക്കുന്നത്. കൂടാതെ NB സെലിബ്രിറ്റി മാനേജ്മെൻറ്റ് പറയുന്ന ഒരു ഏജൻസി റൺ ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മീൻസ് ആളുകൾക്ക് വേണ്ട സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിനെ കറക്റ്റായിട്ട് ഇനാഗ്രേഷൻ അവരെ അവയർനെസ് ക്യാമ്പയിൻസ് കറക്റ്റ് ഗെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതും. തേർഡ് വണ് ഡ്രോപ്പ് ഷിപ്പിംഗ് പ്രോഗ്രാമാണ്. ഡ്രോപ്പ് ഷിപ്പിംഗ് എന്നുള്ളതിന്
NB സ്റ്റോർ എന്നുള്ള രൂപത്തിൽ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് സെല് ചെയ്യുന്ന രൂപത്തിൽ സർവീസാണ്. കൂടാതെ ഇപ്പോൾ പുതിയതായിട്ടൊരു 10 months ആയിട്ട് ഞങ്ങളൊരു പുതിയൊരു സംഭവം കൂടി ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കുറേ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചതാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിൽ സ്റ്റുഡൻസ് എല്ലാവരും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടിട്ടാണ് പോകുന്നത്. ഞാൻ റീസെൻ്റ്ലി കുറേ ആളുകളുടെ അടുത്ത് നിന്ന് കേട്ടിട്ടുള്ളൊരു സംഭവമാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും സ്റ്റെക്കാണ്. മീൻസ് ഒരു കോമണിൽ നോക്കുകയാണെങ്കിൽ 100%-ൽ 80% ആളുകൾ സ്റ്റെക്കാണ്. മീൻസ് കറക്റ്റായിട്ട് ഗെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് വേണ്ടത് പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്കിൽസ് കൊടുക്കുന്നില്ല. അതിനൊരു സൊല്യൂഷനായിട്ട് 3G ബ്രാൻഡ് യൂസിറ്റി എന്നുള്ള കോൺസെപ്റ്റിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഓൺടർപ്രണേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങൾ റീസെൻ്റ്ലി ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിന് ഫസ്റ്റ് വെക്കേഷൻ ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അത് ഫസ്റ്റ് ഇനീഷ്യേറ്റീവ് ആയിരുന്നു. അതിൽ തന്നെ മാഷാഅല്ലാഹ് ഞങ്ങൾക്ക് ഒരു 20ഓളം സ്റ്റുഡൻസിനെ ഗെയിൻ ചെയ്തെടുക്കാൻ വെക്കേഷൻ ബാച്ചിലേക്ക് പറ്റിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഒരു 9 month പ്രോഗ്രാമിലൂടെ ഫ്രം സ്റ്റുഡൻറ്റ് ടു ഓൺടർപ്രണർ എന്നുള്ള ജേണിയിൽ കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ മെയിനായിട്ട് നോക്കുന്നത് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആണ്. ബിസിനസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് മെയിനായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുമ്പോൾ ജോബ് എന്നുള്ള ഓപ്ഷൻ മാത്രമാണ് ഒരു സ്റ്റുഡൻറ്റിന് കിട്ടുക. ഇവിടെ വരുമ്പോൾ 4 കരിയർ പാത്ത് വേണം ഞങ്ങൾ പറയുന്നത്. ഒന്ന്, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി തുടങ്ങാം. രണ്ടാമത്തെ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു പ്രൊഫഷണൽ കരിയർ ബിൽഡ് ചെയ്യാം. മൂന്നാമത്തെ, സ്വന്തമായിട്ട് ഫ്രീലാൻസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ അത് റൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. IIT മദ്രാസിലാണ് ഞങ്ങളുടെ പാരൻറ്റ് കമ്പനി വരുന്നത്. അതിൻ്റെ അണ്ടറിലാണ് ചെയ്യുന്നത്. പാർട്ണർഷിപ്പ് മോഡലാണ് പോകുന്നത്. സോ നമ്മൾ ഒരു കറൻ്റ്ലി ഒരു കേരളത്തിലുള്ള സിനാരിയോ വെച്ചിങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു 47% അടുത്ത് നമുക്ക് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് വളരെ കൂടുതലായിട്ടുണ്ട്. അതേ സമയത്ത് എംപ്ലോയബിലിറ്റി റേറ്റും ഒരു 29 വരുന്നുണ്ട്. ഈ ജെൻസിയുടെ ഒരു എംപ്ലോയബിൾ സ്റ്റൈലുണ്ടല്ലോ, ക്ഷമ കുറവാണെന്നോ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ ട്രോളായിട്ട് കാണാം. ജെൻസിയെ മാനേജ് ചെയ്യണമെങ്കിൽ ശരിക്കും പഠിക്കണം എന്നുള്ളൊരു സാധനം ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ജെൻസിയെ മറ്റാരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അതിലൂടെ ഒരു അവരുടെ മനോഭാവത്തെ മറ്റുള്ളവർ കീഴടക്കുന്നു, അവർക്ക് അവരെക്കുറിച്ച് സ്വയം ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ള നിലക്ക് മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുക എന്നുള്ളത് പുതിയ സമൂഹത്തിന് താല്പര്യമില്ല. ഓൺട്രപ്രണർ ആവുക എന്നുള്ളതാണ് താല്പര്യം എന്നൊക്കെ പറയുന്നുണ്ട്. കൂടുതലായിട്ട് ആളുകളോട് എൻ്റർപ്രണർ ആവുക എന്നുള്ളതിലുള്ള നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പഴയ തലമുറയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയബിലിറ്റി റേറ്റ് ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ ചില ആളുകൾ ഇങ്ങനെ പറയും ജക്കാത്തുകൾ കൂടുതലായിട്ട് കൊടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ലക്ഷ്യം അവർക്ക് മുന്നിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ പുതിയ തലമുറയോട് ചോദിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ചൊക്കെ വെറുതെ ഇരിക്കണം, അതിനാണ് ഞാൻ ഒരു എൻ്റർപ്രണർഷിപ്പ്. ഇന്ന് സമൂഹത്തിൽ കൂടുതലായി വരുന്ന ഒരു കാര്യം അതാണ്. വെറുതെ ഇരിക്കണം, എൻജോയ് ചെയ്യണം, ഹാപ്പി ആകണം. തൊഴിലാളികളിലും ഉണ്ട്. 4 ദിവസം പണിയെടുക്കുക, 3 ദിവസം ഫ്രീ ആയിട്ടിരിക്കുക എന്ന് പറയുന്ന അത് യഥാർത്ഥത്തിൽ ഈ ഫ്രീ ആയിരിക്കുന്ന ടൈമിനെയാണ് കച്ചവടക്കാർ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്നത്. വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ നല്ല റെസ്റ്റോറൻറ്റിൽ പോവും, നല്ല ഫുഡ് കഴിക്കും, എവിടെയെങ്കിലും ഹോട്ടലിൽ പോവും, അവിടെ താമസിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകൾക്ക് പോകും. അത് മുതലാളിമാരുടെ ഒരു കച്ചവടമാണ്. അപ്പോൾ ഈ മുതലാളിത്വ മനോഭാവം ലോകത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് വെറുതെ ഇരിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്നതാണ്. മറ്റ് അധ്വാനിക്കുന്നവന് വിയർക്കുമ്പോഴാണ് അവൻ്റെ ഹാപ്പിനെസ്. പണിയെടുത്ത് പൂർത്തിയാക്കുമ്പോൾ അൽഹംദുലില്ലാ, ഒരു വീടുണ്ടാക്കി കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, അപ്പോൾ അയാൾക്ക് ലീവ് എടുക്കാൻ തോന്നില്ല, കാരണം ഹീ ഈസ് ഹാപ്പി എവറി ഡേ. അപ്പോൾ ഹാപ്പിനെസ്സിനെ മാറ്റി വെക്കുക, പോസ്റ്റ്പോൺമെൻറ്റ് ഓഫ് ദ ഹാപ്പിനെസ്, അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത്. മനുഷ്യൻ്റെ സമയത്തെയും അവൻ്റെ ഊർജ്ജത്തെയും നഷ്ടപ്പെടുത്തുകയാണ് അതിലൂടെ വരുന്നത്. ഈ ഒരു സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ് ഇത് കൂടുതലായിട്ട് ആളുകൾ ഈ ലൂപ്പിലേക്ക് വന്നതെന്നുള്ളൊരു അഭിപ്രായം പറയുന്നുണ്ട്. ഒന്നാമത് നമ്മൾ എക്സ്പെക്റ്റേഷൻ ചെയ്യുന്നത് ഈ സോഷ്യൽ മീഡിയാസിൽ കണ്ടിട്ടാണ്. മീൻസ് ഒരു എംപ്ലോയി വരികയാണെങ്കിലും മറ്റുള്ള ഓഫീസുകളിൽ ഇങ്ങനെയാണല്ലോ, എന്തുകൊണ്ട് ഇവിടെ ഇല്ല എന്നുള്ളൊരു കമ്പാരിസൺ നല്ലതായിട്ട് കൂടി വരുന്നുണ്ട്. ഒരു അതിങ്ങനെ അളക്കുക എന്നുള്ളതിൻ്റെ കോല് മാറിയിട്ടുണ്ട്. മാക്സിമം ഏണിങ് എന്നുള്ളതിൽ മാറിയിട്ട് ഇപ്പോൾ ലോണുകൾ നോക്കുകയാണെങ്കിൽ ഒരു 36% മുകളിൽ ലോണുകൾ ഇന്ത്യയിൽ കൊടുത്തിട്ടുള്ളത്
ലക്ഷറി ഗാഡ്ജറ്റുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ എക്സ്പെക്റ്റേഷൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്, ഹാപ്പിനെസ് ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വെസ്റ്റേൺ വേൾഡ് ഓർ ദ ക്യാപിറ്റലിസ്റ്റ് ഐഡിയോളജികൾ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ഇൻഡെക്സും യഥാർത്ഥത്തിൽ മനുഷ്യനെ അവൻ്റെ ടൈമും ഊർജവും വേസ്റ്റാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്താണോ തൻ്റെ ജീവിതം അതിൽ ഹാപ്പി കണ്ടെത്തുക, തൻ്റെ നാട്ടിലും നേച്ചറിലും അതൊരു ഹാപ്പി കണ്ടെത്തുന്നില്ല, വേറെ എവിടെയെങ്കിലും പോയിട്ട് അവിടുത്തെ നേച്ചർ കാണുമ്പോൾ ഹാപ്പി തോന്നുന്നു. ദ സെയിം തിങ് തന്നെയാണ് അവിടെയും ഉള്ളത്. ഏതായാലും നിങ്ങളൊക്കെ ഈ ബിസിനസ് രംഗത്തേക്ക് കടന്നു വരികയോ അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു കുറഞ്ഞ കാലത്തെ എക്സ്പീരിയൻസിൽ അനുഭവപ്പെടുന്നത്? ഇവിടുത്തെ സ്റ്റാർട്ടപ്പിന് ജനങ്ങളെങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്? അതിനെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്? അതിന് വല്ല തടസ്സങ്ങളുണ്ടോ? അത്തരം ചില കാര്യങ്ങളും കൂടെ ചർച്ച ചെയ്യാൻ തോന്നുന്നു. നമ്മുടെ നാട്ടിൽ മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസാണ്. ഒന്ന് മീൻസ് നല്ല സ്കില്ലഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ട്, പക്ഷേ അവരെല്ലാവരും പുറത്തേക്ക് പോകുകയാണെന്നുള്ളൊരു കോൺസെപ്റ്റ്. മീൻസ് നമ്മുടെ ഇവിടെ നാട്ടിലത്തെ ഒരു റേഷ്യോ പറയുകയാണെങ്കിൽ അപ് ടു 25,000 ആണ് എല്ലാവർക്കും ഒരു മിനിമം സാലറി എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷെ അതിനേക്കാളും പുറമേ കിട്ടുന്ന നല്ല സ്കില്ലഡ് ആയിട്ടുള്ള ആളുകൾ എല്ലാവരും പുറത്തേക്ക് പോവുകയാണ്. അങ്ങനത്തെ ഒരു ഇഷ്യൂ നമ്മുടെ നാട്ടിൽ നല്ലോണം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മൈഗ്രേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ്. സ്കിൽഡ് മൈഗ്രേഷൻ അവർക്ക് നാം ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ നാട്ടിൽ തന്നെ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങളൊക്കെ ഇപ്പോൾ ചെറുപ്പത്തിലെ നല്ല ബിസിനസ് ചെയ്ത് ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിയില്ലേ? പുറത്തു പോകേണ്ടതില്ല എന്ന് മനസ്സിലാക്കിയില്ലേ? ഈ ആശയം മറ്റുള്ളവരോട് പങ്കുവയ്ക്കണം. നമ്മുടെ നാട് തന്നെ വളരണം. അതിനാണ് നമുക്ക് കൂടുതൽ സുരക്ഷിതത്വവും നമ്മുടെ ഫ്യൂച്ചറും അതിനാണ് എന്നറിയിക്കണം. അതിലൊരു സോഷ്യൽ സുരക്ഷിതത്വമാണ്, സമൂഹത്തിൻ്റെ കൂടെ വളർച്ചയാണ് നമ്മുടെ വളർച്ച എന്നുള്ള കാഴ്ചപ്പാട് കൂടെ പുതുതലമുറയ്ക്കിടയിൽ പ്രചരിപ്പിക്കപ്പെടേണ്ടതുണ്ട്. സെൽഫല്ല, സ്വന്തമല്ല, സ്വന്തം കുടുംബവും അല്ല, സമൂഹം മൊത്തമാണ്. കച്ചവടം എന്ന് പറഞ്ഞാൽ ഒരു ഇബാദത്തായിട്ടാണ് ഇസ്ലാമിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇബാദത്തായിട്ട് എങ്ങനെയാണ് ഒരു കച്ചവടം മാറുന്നത്? അതിനെക്കുറിച്ച് ഉസ്താദ് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ. എന്തിനാണ് കച്ചവടം ചെയ്യുന്നത്? മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പം ഭക്ഷണം കച്ചവടം ചെയ്യുന്ന മറ്റുള്ളവൻ്റെ വിശപ്പ് മാറ്റാനാണല്ലോ. സൂപ്പർ മാർക്കറ്റാണെങ്കിൽ ആളുകൾക്ക് അവശ്യ വസ്തുക്കൾ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയാണ്, വസ്ത്രം ധരിക്കാൻ വേണ്ടിയാണ്, ക്ലോത്ത്സ്. ഇപ്പോൾ ഒരു കച്ചവടക്കാരും ഇല്ല എന്ന് സങ്കല്പിക്കുക, ആളുകൾ എന്ത് ചെയ്യും? അപ്പം മനുഷ്യരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക, ഇതാണ് കച്ചവടക്കാരൻ ചെയ്യുന്നത്. അതായത് സൗജന്യമായിട്ട് കൊടുക്കാൻ കഴിയില്ലല്ലോ, അപ്പോൾ അത് കച്ചവടത്തിലൂടെ കൊടുക്കുന്നു. അപ്പോൾ സത്യസന്ധമായ കച്ചവടം, അത്താജിറുൽ മുഅ്മിനു സ്വദൂഖു മഅ ശുഹദാഇ ഫിൽ ജന്ന, സത്യവാനും വിശ്വസ്തനുമായുള്ള കച്ചവടക്കാരൻ രക്തസാക്ഷികളോടൊപ്പം സ്വർഗത്തിലാണ് എന്നുള്ളൊരു മോട്ടിവേഷൻ, അത് വല്ലാത്തൊരു മോട്ടിവേഷനാണ്. കാരണം ശുഹദ എന്ന് പറഞ്ഞാൽ അവർ മരിച്ചാലും ജീവിക്കുന്നു എന്നാണല്ലോ. അപ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് ഒരു കച്ചവടക്കാരനെ ഉയർത്തി കാണിച്ചത് ഈ കച്ചവടം വലിയൊരു സേവനമാണ്, അത് ഈ നാട്ടിൽ നടക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. കച്ചവടം ഇല്ലെങ്കിൽ പിന്നെ പണം വളരാനുള്ള ഒരു മാർഗം എന്താ? പലിശ. പലിശ യഥാർത്ഥത്തിൽ പ്രഥമ ദൃഷ്ട്യാ വളർച്ചയാണ് എന്ന് തോന്നുമെങ്കിലും അത് നാശമാണ് അതിലൂടെ ഉണ്ടായിത്തീരുന്നത്. ഒരു ചോദ്യമാണ് ഉസ്താദിനോട് ചോദിക്കാനുള്ള. ഈ പല ഓൺടർപ്രണേഴ്സും ആഗ്രഹിക്കുന്ന ഒരു സ്കില്ലാണ് ഈ പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ളത്. അതായത് ഒരു പൊതുവായ സമൂഹത്തോടൊക്കെ പല സ്റ്റേജിൽ നിന്നൊക്കെ സംസാരിക്കേണ്ടൊക്കെ ഒരു സാഹചര്യമൊക്കെ വരികയാണെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ള സ്കില്ല് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് പലർക്കും അല്ലെങ്കിൽ പല ഓൺടർപ്രണേഴ്സിനും അത് പറ്റുന്നില്ല, ഈ സ്റ്റേജ് ഫ്രൈറ്റോ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ മാഷാഅല്ലാഹ് ഉസ്താദിൻ്റെ നോട്ടീസ് ചെയ്തൊരു സംഭവമാണ്, ഉസ്താദ് ഏതൊരു ഓഡിയൻസിനോട് സംസാരിക്കുമ്പോഴും ഭയങ്കര കാം ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു ആസ്പയറിംഗ് ഓൺടർപ്രണറിനോട് ഉള്ള ഉസ്താദിൻ്റെ ഒരു മെസ്സേജ് എന്തായിരിക്കും? നല്ലൊരു പബ്ലിക് സ്പീക്കർ ആവണമെങ്കിൽ. സ്റ്റേജ് ഫിയർ എന്ന് പറഞ്ഞല്ലോ, ഞാൻ സ്റ്റേജിൽ കയറിയിട്ടുണ്ട് എന്നുള്ള തോന്നലിൽ നിന്നാണ് അതുണ്ടാകുന്നത്. അപ്പോൾ ഓൾ ദ വേൾഡ് ഈസ് എ സ്റ്റേജ് എന്ന് പറഞ്ഞില്ലേ, ഒന്നാണ് എപ്പോഴും ഒരു സ്റ്റേജ് തന്നെയാണ്. ഇപ്പോൾ സ്റ്റേജിലല്ലാതിരിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ? സ്റ്റേജിലിരിക്കുമ്പോൾ ഞാൻ ഭൂമിയിൽ ഒരിടത്താണ് എന്ന് മാത്രം വിചാരിക്കാം. മുന്നിൽ ആളുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതില്ല. പറയാനുള്ള ആശയത്തെ വളരെ സാവകാശം അവധാനതയോടുകൂടി നമ്മൾ അവതരിപ്പിക്കുക, അതാണ് ആ സ്കില്ലെന്ന് പറയുന്നത്.
അപ്പോൾ ഇതൊരു പബ്ലിക് സ്പീച്ച് സ്കിൽ എന്ന ഒരു വാക്കൊക്കെ കേൾക്കുമ്പോൾ ഇതെന്തൊരു പുതിയൊരു സംഭവമാണ്, ഐ കനോട്ട് ഡു ഇറ്റ് എന്ന തോന്നലും കൂടെ അവിടെ സൃഷ്ടിക്കാൻ. അപ്പോൾ സാധാരണ പോലെ സംസാരിച്ച് പഠിക്കുക, ആ സംസാരിക്കുന്നത് പറയാം. എനിക്കും അങ്ങനെ നമ്മളൊക്കെ തുടക്കത്തിൽ സംസാരിക്കുമ്പോൾ ശബ്ദം കൂടി പോവുക, പറഞ്ഞ് പെട്ടെന്ന് തീർക്കണം, അതിന് സ്പീഡായി പോവുക, അതങ്ങനെ പല ചിന്തയും അങ്ങനെ ഉണ്ടായിരുന്നു പലപ്പോഴും. അതൊക്കെ മാറിയിട്ട് നമ്മൾ ആലോചിച്ചാണ് ഇനി ഇന്നത്ര പറയണ്ട, ഇന്ന് കുറച്ച് വേഗം കുറക്കണം, വേഗം പറഞ്ഞുകൊണ്ട് എന്താ കാര്യം എന്ന് ചിന്തിച്ച് നല്ല പറഞ്ഞു പരിശീലിച്ചു. അതെ, പറയാനുള്ള കാര്യങ്ങൾ ആദ്യം ഒന്ന് പറഞ്ഞു വെക്കുക. നിസ്കാരത്തിലില്ലേ, നിയ്യത്ത് ചെയ്യുന്നതിന് മുമ്പൊന്ന് പറയണം. ആക്ച്വലി പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നിയ്യത്ത് ചെയ്യുമ്പോൾ അത് പ്രാക്ടിക്കലാവാൻ വേണ്ടിയാണ് അതിന് മുമ്പ് ഒന്ന് പറയുന്നത്. അതുപോലെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് കുട്ടികളെ നിസ്കരിപ്പിക്കുമല്ലോ. അതെന്തിനാ? പ്രായപൂർത്തിയായ നിസ്കാരം പരിശീലിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ റിഹേഴ്സൽ നടത്തുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ ഒരു പ്രാർത്ഥന ഉണ്ടാവണം. എല്ലാം അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടേ സാധിക്കുള്ളൂ. ഇപ്പോൾ എന്ത് ചെയ്യുമ്പോഴും ഒരു ബിസ്മി ചൊല്ലി തുടങ്ങാം, അല്ലെങ്കിൽ ഒരു ഫാത്തിഹ ഓതിയിട്ട് തുടങ്ങാം. ഫാത്തിഹയിൽ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, എൻ്റെ റൂട്ട് ശരിയാക്കി തരണേ എന്നുള്ളൊരു ദുആ ഉണ്ട്. അതെ, അത് എല്ലാ വിഷയത്തിലുമാണ്. നല്ല രീതിയിൽ നയിക്കണമെന്ന് പറഞ്ഞാൽ ഈമാൻ്റെ വിഷയത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നാം മുന്നോട്ട് പോകുന്ന ഖൈറായ എല്ലാ വിഷയത്തിലും എനിക്കൊരു ഹിദായത്ത് ഉണ്ടാക്കണം, ഒരു നല്ല വഴി കാണിച്ചു തരണം എന്നുള്ളതാണ് പ്രാർത്ഥന ഉണ്ടാവുക. ഒരു സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടെ കുറച്ചുകൂടെ ആളുകളുടെ നീഡ്സ് കുറച്ചുകൂടെ ഒരു കമ്പനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറി. അതായത് ആദ്യം ഒരു കൺസ്യൂമർ, നമുക്കൊരു നീഡ് ഉണ്ടെങ്കിൽ ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, നിലവിലിപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റ് ഏതാണെന്ന് നമ്മുടെ ഡിസ്പ്ലേയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. ഒരു കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു പാർട്ട് ഉണ്ടല്ലോ. അതായത് എങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്യണം എന്നുള്ളതൊരു വിഷയമാണല്ലോ. മീൻസ് ഒരു കൺസ്യൂമറെക്കാളും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സെല്ലർ ഉണ്ടാകുന്ന സമയത്ത് ആവശ്യത്തിനും അനാവശ്യത്തിനും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇപ്പോൾ ആവശ്യമുള്ളതാണോ അല്ലയോ എന്ന് ആദ്യമേ തീരുമാനിക്കണം. അപ്പോൾ ഈ ബയേഴ്സ് മാർക്കറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ തീരുമാനിക്കണം, ഞാൻ ഇന്നത് വാങ്ങാൻ വേണ്ടിയാണ് പോകുന്നത്, ഇന്ന സാധനമാണ് എനിക്ക് കിട്ടേണ്ടത്. ചെന്ന് നോക്കുമ്പോൾ അതില്ല എങ്കിൽ വാങ്ങാതെ പോരണം. അല്ലെങ്കിൽ പിന്നെ കിട്ടിയത് വാങ്ങിപ്പോരുക എന്നുള്ള രീതിയിലേക്ക് മാറുമ്പോൾ അവനൊരു കൺസ്യൂമറിസ്റ്റായിട്ട് മാറുകയും ധാരാളം സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരികയും ആവശ്യമുള്ളതല്ലാത്തതൊക്കെ പർച്ചേസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നാം നമ്മെക്കുറിച്ച് അറിയുക, നാം എന്തിനു ജീവിക്കുന്നു എന്നറിയാൻ, എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണോ അല്ലേ എന്നുള്ളത് മനുഷ്യർ അറിയുക എന്നുള്ള. നിങ്ങൾ കച്ചവടക്കാരാണ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കൺസ്യൂമറെ കിട്ടുകയാണല്ലോ വേണ്ടത്. അപ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമുള്ളതും ആവശ്യമായതുമാണ് എന്നത് നോക്കിയിട്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുക. മനുഷ്യൻ ലക്ഷറി ആവശ്യങ്ങളുണ്ടാവും. ഇപ്പോൾ കല്യാണ കോട്ട് വേണം, വെഡിങ് ഡ്രസ്സ്, അതൊരാവശ്യം തന്നെയാണ്. അതിൻ്റെ ആവശ്യം മറ്റുള്ള ഡ്രസ്സ് പോലെയല്ല, അത് റെയർ ആവശ്യമാണ്. അപ്പോൾ 100 ഷോപ്പ് സാധാരണ വസ്ത്രങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ 1 സ്പെഷ്യൽ വസ്ത്രങ്ങൾക്ക് വേണം, അതാവാം. ഇതുപോലെ വിശപ്പടക്കാനുള്ള ഭക്ഷണത്തിൻ്റെ കേന്ദ്രങ്ങൾ വേണം. എന്നാൽ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കുട്ടികൾക്കും കുടുംബത്തിനും ഒക്കെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയുള്ള ഫുഡ് അതും ആവാം. ഇപ്പോൾ ഗ്യാപ്പുകൾ നോക്കിയിട്ടും മനുഷ്യൻ്റെ നീഡ് നോക്കിയിട്ട്, നീഡ് ബേസ്ഡ് പ്രൊഡക്റ്റ് അതിലേക്കാണ് പോകേണ്ടത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പോഴത്തെ ജനറേഷനിൽ പലരും ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയേൻ്റെ ഓവർ യൂസേജ്, ഈ പല ഡിസ്ട്രാക്ഷൻ, ഷോർട്ട് ടേം കോണ്ടൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളെ ജനറേഷൻ ഭയങ്കര രീതിയിൽ അത് ഫേസ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഓണ്ടർപ്രണർ ആവണമെങ്കിൽ തന്നെ ഡിസിഷൻ എടുക്കുക എന്നുള്ളത് ഭയങ്കര ഒരു വലിയ സ്കില്ലാണല്ലോ. അപ്പോൾ അത് ലാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ജനറേഷനോടുള്ളൊരു മെസ്സേജ് എന്തായിരിക്കും? വെദർ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കലാണോ, അല്ലെങ്കിൽ ഏത് രീതിയിൽ അഡാപ്റ്റ് ആവണോ ശരിക്കും നമ്മൾ ഈ ഒരു ആസ്പയറിംഗ് ഓണ്ടർപ്രണേഴ്സ്? ഏത് വിഷയത്തിലും നമുക്ക് ഒന്ന് ഇസ്തിഖാറ, മറ്റൊന്ന് ഇസ്തിഷാറ. ഇസ്തിഖാറ മീൻസ് അള്ളാഹുവിനോട് ഖൈറിനെ തേടുക, ഞാൻ ചെയ്യുന്നതിൽ ഗുണമുണ്ടോ ഇല്ലയോ എന്ന് അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് ഇസ്തിഷാറ മീൻസ് കൺസൾട്ടൻസി, വിവരമുള്ള ആളുകളോട് ഉപദേശം തേടുക.
ഇത് രണ്ടും വേണം. ഇസ്തിഖാറ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങൾക്ക് ചെറിയ രീതിയിൽ ഖൈറാണോ എന്നൊരു പ്രാർത്ഥനയോടുകൂടി വാങ്ങാം. വലിയ കാര്യങ്ങൾക്കാകുമ്പോൾ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഇസ്തിഖാറത്ത് ചെയ്യും. അതുപോലെ പല ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് ദുആ ചെയ്യുക. അപ്പോൾ നമുക്കൊരു ബോധം വരും വേണമോ വേണ്ടയോ എന്ന്. കൺസൾട്ടൻസി എന്ന് പറഞ്ഞാൽ വിവരമുള്ള ആളുകളോട് കാര്യങ്ങൾ ചോദിക്കുക. അപ്പോൾ അതിൽ സ്പിരിച്വലി ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടാവും, അവരോട് ചോദിക്കണം. അതുപോലെ സബ്ജക്റ്റ് എക്സ്പേർട്സിനോട് ചോദിക്കണം. സബ്ജക്റ്റ് എക്സ്പേർട്സാണ് ആ വിഷയത്തിൽ നമുക്ക് അതിൻ്റെ ഒരു കൃത്യമായ വിവരം പറഞ്ഞുതരും. സ്പിരിച്വൽ കൺസൾട്ടൻ്റ് ആകുമ്പോൾ അവർക്കൊരു തോന്നലുണ്ടാകും. അപ്പോൾ അവർ പറയുന്നതനുസരിച്ച് പ്രവർത്തിച്ചാൽ അതങ്ങ് വിജയിക്കും. ഈ 2 കാര്യങ്ങളും ഉണ്ടാവുക, പ്രാർത്ഥന ഉണ്ടാവുക, പിന്നെ തവക്കുലുണ്ടാകണം എന്ത് കാര്യം ചെയ്യുമ്പോഴും. ഓവർ പ്ലാനിങ് നല്ലതല്ല. ഈ മോഡേൺ ഒരു കോൺസെപ്റ്റിൽ കാണുന്ന ഒരു ട്രെൻഡിൽ കാണുന്ന ഓവർ പ്ലാനിങ്, എവ്രിതിങ് ഷുഡ് ബി പ്ലാൻഡ്. അതിൻ്റെ ആവശ്യമില്ല. തദ്ബീറു നിസ്ഫുൽ ഹയാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലാനിങ് ഈസ് ദ ഹാഫ് ഓഫ് യുവർ ലൈഫ്. ഹാഫ് മതി. ഇത് മുഴുവൻ പ്ലാനിങ് കൂടുതലും ആക്ഷൻ കുറവാകുന്നത് അത് ശരിയായ രീതിയല്ല. ഉസ്താദ് ഇപ്പോൾ പറഞ്ഞോട് കൂട്ടി വായിക്കാൻ പറ്റുന്ന സംഭവമാണ്. ഞാൻ വായിച്ചൊരു സക്സസ് ഫോർമുലയാണ്. അതായത് തവക്കുൽ പ്ലസ് ആക്ഷൻ ഇറ്റ് ഈസ് ഈക്വൽ ടു സക്സസ്. ആക്ഷൻ നമ്മുടെ ഭാഗത്തുനിന്ന് വേണം എന്നുള്ളത്. അതെ, വൈദ അസംത ഫതവക്കൽ അലല്ലാഹ്. ഖുർആൻ പറഞ്ഞത് ആലോചിക്കുക. വശാവിർഹും ഫിൽ അംർ, കൺസൾട്ടൻസ് നടത്തുക. വൈദ അസംസ്, എന്നിട്ട് തീരുമാനമെടുത്താൽ ഡു ഇറ്റ്. പിന്നെ അതിൽ സംശയം ചോദിച്ചുകൊണ്ടിരിക്കരുത്, അതങ്ങ് ചെയ്യുക. തവക്കുലാക്കുക, അല്ലാഹുൽ തവക്കുലാക്കുക. അവനാണല്ലോ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുള്ളത്, അവനാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിട്ടുള്ളത്. അവനിൽ തവക്കുലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക, അപ്പോൾ വിജയിക്കും. ഈ ക്ഷമ എന്ന് പറയുന്നത്, അതായത് പ്ലാൻ ചെയ്തു, എക്സിക്യൂഷൻ ചെയ്തു, ഈവൻ ദർ ഇസ് എ ചാൻസ് ടു ഫെയിൽ. തലമുറയിൽ ക്ഷമ എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. കാത്തിരിക്കുക. പരാജയം എന്നത് വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് എന്ന് പണ്ടേ പറയാറുണ്ടല്ലോ. അപ്പോൾ പരാജയം എന്ന് പറഞ്ഞതൊരു പരിശീലനമാണ്. പിന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കുന്നു, അല്ലാഹു മറ്റൊന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ നിങ്ങളൊരു വലിയ കാര്യം, ഒരു കച്ചവടം തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ആ കച്ചവടം തുടങ്ങിയാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നാശങ്ങളാണ് ഉണ്ടായിത്തീരുക എന്നറിയുന്ന അല്ലാഹു അത് വേണ്ടാന്ന് വയ്ക്കും. അല്ലെങ്കിൽ അതുകൊണ്ട് ഈ നാട്ടിൽ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് കണ്ടാൽ നമുക്കൊരു പക്ഷേ അത് നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അതിൽ ഖൈറുണ്ടാകില്ല. അസ അൻ തക്റഹു ഷൈഅൻ ഫഹുവ ഖൈറുൽ ലക്കും. ചിലത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാകില്ല, പക്ഷേ അത് നിങ്ങൾക്ക് ഗുണമായിരിക്കും. വഅസ അൻ തുഹിബ്ബു ഷൈഅൻ ഫഹുവ ശർറുൽ ലക്കും. നിങ്ങൾക്ക് നല്ല ഇഷ്ടമായിരിക്കും, അത് നിങ്ങൾക്ക് ഷർറുമായിരിക്കും. ഇപ്പോൾ കല്യാണം കഴിക്കാൻ വിചാരിച്ചു ഒരു പെണ്ണിനെ, അത് ശരിയാണ്, ഇഷ്ടമാണ്, നല്ലതാണെന്നൊക്കെ തോന്നി, നടന്നില്ല. എന്തുകൊണ്ട്? അത് നടന്നാൽ നിങ്ങൾക്ക് വലിയ ഷർറായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഖൈറാൻ തോന്നിയിട്ടുണ്ടെങ്കിലും അല്ലാഹു തആല അതിൽ ഷർറിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അല്ലാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് നമ്മളൊരു കാര്യം ചെയ്താൽ അത് വേണ്ട രീതിയിൽ നടക്കും. ചിലപ്പോൾ അത് പൂട്ടായിരിക്കും വേണ്ടത്, എങ്കിൽ പൂട്ടിക്കിട്ടും. ചിലപ്പോൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്, എങ്കിൽ അത് നടക്കും. അതാണ് ആ വിഷയത്തിൽ വേണ്ടത്. ക്ഷമ വേണം എല്ലാ വിഷയത്തിലും. കാത്തിരിക്കണം, തിരക്കിടരുത്. മുതൽ മുടക്കിയാൽ 6 മാസം കഴിയുമ്പോഴേക്ക് ലാഭമായില്ല, അല്ലെ 2 വർഷം കഴിയുമ്പോഴേക്ക് എന്തേ ലാഭം വരാത്തത് എന്ന് ചോദിച്ച് പോകാൻ പാടില്ല. ചിലപ്പോൾ സമയമെടുക്കും. അതുപോലെ തന്നെ എന്നോട് ഒരു കുട്ടി ഒരു ചോദ്യം ചോദിച്ചു. എനിക്ക് ആ ആൻസർ പറയാൻ ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്ത്, അതായത് കുറച്ച് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ. മേ ബി എനിക്ക് അറിവ് കുറവായതുകൊണ്ടായിരിക്കും മേ ബി ആ ഫീൽഡിൽ. അതായത് ആ കുട്ടീൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഈ റിസ്ക് എന്നുള്ളത് ഐ തിങ്ക് ലഹുൽ മഹ്ഫൂള ആ ഒരു ഗ്രന്ഥത്തിലൊക്കെ നമ്മളുടെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എഴുതി വെച്ചതാണ്. പിന്നെ ശരിക്കും നമ്മൾ എന്തിനാണ് സക്സസ് ആവാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നത്? ഓൾറെഡി ഇറ്റ്സ് റിട്ടൺ അല്ലേ? ശരിക്കും കുട്ടീൻ്റെ ചിന്താഗതിയിൽ ആ ക്വസ്റ്റ്യൻ മേ ബി അങ്ങനെ വന്നിട്ടുണ്ടാവും. ഞാൻ അവിടെ കുറച്ച് സ്ട്രഗിൾ ചെയ്ത്, ലൈക്ക് നമ്മൾ ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യണം. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തവക്കിൽ വേണം. അവർ എനിക്ക് ശരിക്കും പറ്റിയിട്ടില്ല. ചെയ്യണം എന്നുള്ളത് അവിടെ എഴുതി വെച്ചാണ്. ഓക്കെ, അതും കൂടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യും.
അപ്പോൾ നമുക്ക് ഫ്യൂച്ചർ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഭൗതിക ലോകത്തുള്ള അതിൻ്റെ ഒരു രീതി മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. വിശന്നാൽ ഭക്ഷണം കഴിക്കുമ്പോഴാണ് വിശപ്പ് മാറാറുള്ളത്. അപ്പോൾ നമ്മൾ കഴിച്ചു നോക്കുക. ചിലർക്ക് കഴിച്ചാലും വിശപ്പ് മാറില്ല, ചിലർക്ക് കഴിക്കാതെയും മാറും. അപ്പോൾ അത് നോക്കിയിട്ടല്ല. അപ്പോൾ സാധാരണഗതിയിൽ ഉള്ള ഒരു രീതിശാസ്ത്രത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക, അധ്വാനിക്കുക. ഈ ജെൻസി എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്ന സമയത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കമ്മ്യൂണിക്കേഷനിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഫാസ്റ്റാണ് ജെൻസി. വേർഡ്ലെസ് കമ്മ്യൂണിക്കേഷൻ, ഇമോജീസ്, ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ എളുപ്പത്തിൽ ഇവരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു കാര്യം കൺവേ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ടീമാണ്. അങ്ങനെയാണെങ്കിൽ കൂടി നിലവിൽ നമുക്ക് എംപ്ലോയ്മെൻറ്റ് സാറ്റിസ്ഫാക്ഷനിൽ പല കമ്പനികളിലും വരാത്തതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കിട്ടിയത് പോവുക ഒരു സാധനങ്ങളൊക്കെ വരുന്നത്. ഇതൊരു ജസ്റ്റ് ഒരു ജനറേഷൻ ഗ്യാപ്പ് മാത്രമാണ്. അല്ല, അത് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ ഹാപ്പിനെസ് എന്താണ് എന്നതിനെക്കുറിച്ചുള്ള വലിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ലോകത്ത് പരന്നിട്ടുണ്ട്. ആക്ഷനാണ് സാറ്റിസ്ഫാക്ഷൻ, അധ്വാനമേ സംതൃപ്തി. സോ അധ്വാനമാണ് സംതൃപ്തി എന്നതിലേക്ക് മനുഷ്യനെത്തണം, അതവരെ ബോധ്യപ്പെടുത്തണം. അത് ഹാപ്പി അല്ല എന്നുള്ള തോന്നലിൽ നിന്നാണ് ഇവർ കുറേ ദിവസമായി പണിയെടുക്കുന്നു, ഒന്ന് എൻജോയ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല, കുറേ ദിവസമായി പണിയെടുക്കുന്നു, ഐ എം വെരി ഹാപ്പി, ഇന്ന് വെറുതെ ഇരിക്കുകയാണ്, ഐ എം നോട്ട് ഹാപ്പി എന്ന് പറയുന്നത് അവരുണ്ട്. ഈ സക്സസ് എന്നുള്ളതിൻ്റെ ഡെഫിനേഷൻ എന്താണ് ശരിക്കും പറയുകയാണെങ്കിൽ? പലരും പല രൂപത്തിലാണ് അതിൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നത്. ഉസ്താദിൻ്റെ കോൺസെപ്റ്റിൽ സക്സസ് എന്നുള്ളതിനെ എന്താണ് നിങ്ങൾ കേട്ടത്? സക്സസ് എന്നുള്ളത് ഓരോരുത്തർക്കും അവരുടേതായുള്ള ഉദ്ദേശങ്ങൾ, ഞാൻ കേട്ടൊരു കാര്യം വെച്ചിട്ട് ഓരോരുത്തർക്കും എന്താണ് അവരുടെ ലക്ഷ്യം, അത് അച്ചീവ് ചെയ്യുന്നതിനാണ് അവർ സക്സസ് എന്ന് പറയുന്നത്. അതാണോ ശരിക്കും? നമ്മളൊരു ശരിയായൊരു നിയത്ത് വെച്ച് ആണ് ഇറങ്ങിയതെങ്കിൽ ആ കാര്യം പൂർത്തിയായി കിട്ടുക, അതുതന്നെയാണല്ലോ സക്സസ് എന്ന് പറയാം. നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നില്ലെങ്കിൽ അതിന് നമ്മൾ ആ കാര്യം ഫെയിലായി എന്ന് പറയാം. ഫെയിലറായെങ്കിലും ഇറ്റ് ഈസ് നോട്ട് മൈ ഫെയിലിയർ, ഞാൻ ഫെയിലറായിട്ടില്ല, ആ കാര്യം ഫെയിലറായി. ആ കാര്യം ഫെയിലർ ആവുക എന്നുള്ളത് എൻ്റെ ഒരു വിജയമായിരിക്കും. പക്ഷേ എൻ്റെ വിജയമാണോ പരാജയമാണോ എന്ന് എനിക്ക് തിരിച്ചറിയാൻ സംടൈംസ് എനിക്ക് കഴിയില്ല. അതിന് സമയമെടുക്കും, പിന്നീട് മനസ്സിലാകും. അതുപോലെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ബിസിനസ്മാൻ ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്കില്ല് എന്നുള്ളത് എന്താണ് മനസ്സിലാക്കി? ആ ഒരു സ്കില്ല് മെച്ചപ്പെടുത്തുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ബെറ്റർ. അങ്ങനെ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് സ്കില്ല്? ഏറ്റവും വലിയ ക്ഷമയാണ്. അസ്സബ്റു നിസ്ഫുൽ ഈമാൻ. 2 ശുക്രാണ്. ഉപകാരം ചെയ്തവരോട് നന്ദി പറയണം. മറ്റൊന്ന്, കച്ചവടക്കാരനാകണമെങ്കിൽ അറിവുണ്ടാകണം. അറിവ് നേടിയിട്ട് വേണം കച്ചവടം ചെയ്യാൻ. ഇപ്പോൾ പറയുന്ന സ്റ്റൈൽ ജെൻസി സ്റ്റാർട്ടപ്സ്, ഓൺടർപ്രണർഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് പഠനം തുടങ്ങുന്നതിന് മുമ്പേ വിഷയങ്ങളിലേക്ക് കടന്നു വരിക എന്നുള്ളൊരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതൊരു വിഷയത്തിലും അറിവ് നേടണം, പരിശീലനത്തിന് പോകാം. ഇപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ യബിഉ നഫ ഫീ ഹാദ സൂഖി ഇല്ലാ മൻ തഫഖഹ്. ഈ മാർക്കറ്റിൽ കച്ചവടം ചെയ്യണമെങ്കിൽ അവർ കച്ചവടത്തിൻ്റെ നിയമങ്ങൾ പഠിച്ചിരിക്കണം. അറിവില്ലാത്തവരിവിടെ കച്ചവടം ചെയ്യാൻ വരരുത് എന്ന്. അപ്പോൾ അറിവ് നേടുക എന്നുള്ളതാണ്. അറിവ് നേടുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വിദ്യാലയത്തിൽ ചേർന്ന് കോഴ്സ് പൂർത്തിയാക്കിയിട്ട് തന്നെ വേണമെന്നില്ല. പാരമ്പര്യമായി വീട്ടിൽ നിന്ന് പഠിച്ചതാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലുള്ള കഴിവുകൾ ആർജിച്ചതാവാം. എന്ത് വിഷയത്തിലേക്ക് കടക്കുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് നന്നായി പഠിച്ചിരിക്കണം. അതാണ് മുഖ്യം. പിന്നെ ഈ തഫഖുഹ് എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ നിയമങ്ങൾ അറിയുക എന്ന് പറഞ്ഞാൽ കച്ചവടത്തിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതറിയുക. ഇപ്പോൾ രാജ്യത്തുള്ളപ്പോൾ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയാം. പിന്നെ ഒരു മുസ്ലിം ആകുമ്പോൾ മതത്തിൻ്റെ നിയമം ആ വിഷയത്തിൽ അറിയാം. ചാടി വീണ് എന്തൊരു കാര്യം വരുമ്പോഴേക്കും ഞാനും തുടങ്ങട്ടെ എന്ന് വയ്ക്കുന്നതിന് പകരം ഇത് ഹലാലാണോ അല്ലയോ എന്നുകൂടെ മനസ്സിലാക്കണമല്ലോ. അപ്പോൾ എന്തൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും നമ്മൾ പഠിക്കുക, അറിവുള്ളവരോട് ചോദിക്കുക. പഴയ കാലത്തൊക്കെ ആളുകൾക്ക് മദ്രസയിൽ ഉസ്താദുമായൊരു ബന്ധമുണ്ടാവും. മദ്രസ വിട്ടാലും എത്ര വർഷം കഴിഞ്ഞാലും അവരുമായൊരു ബന്ധം.
അപ്പോൾ ഇത്തരം വിഷയങ്ങൾ അവരുമായി കൺസൾട്ട് ചെയ്യും. അല്ലെങ്കിൽ അവിടുത്തെ നാട്ടിലെ ദർസിലെ ഉസ്താദോ ഖാദിയോ അങ്ങനത്തെ ആളുകളുമായിട്ടൊരു ബന്ധം ഉണ്ടാകും. ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പറ്റുമോ ഇല്ലയോ എന്ന് ചോദിക്കും. അങ്ങനെയുള്ളൊരു മുർഷിദുമായി അല്ലെങ്കിൽ ഒരു ഇർഷാദ് കൊടുക്കുന്ന ആളുമായുള്ളൊരു ബന്ധം. ഞങ്ങൾ ജാമിഉൽ ഫുതൂഹിൽ ഒരു ബിസിനസ് കൺസൾട്ടൻസി വെച്ചിട്ടുണ്ട്. ബിസിനസ് കൺസൾട്ടൻസി മീൻസ് അത് ആധുനിക ബിസിനസ് സിസ്റ്റം പഠിപ്പിക്കാനല്ല, അതിന് എയിമറുണ്ടല്ലോ. അപ്പോൾ നമ്മളവിടെ ശരിയ കംപ്ലൈൻ്റ് ആണോ എന്ന് പഠിപ്പിക്കാനും, അതുപോലെ സക്കാത്ത് കാൽക്കുലേഷൻ എങ്ങനെയാണ്, സക്കാത്ത് കൺസൾട്ടൻസി പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഞങ്ങളൊരു കൗണ്ടർ വെച്ചിട്ടുണ്ട്. സൗജന്യമാണ്, അറിവുള്ള ആവശ്യമുള്ള ആളുകൾക്ക് വന്ന് ചോദിക്കാം. ഇതുപോലെ മറ്റു പല സ്ഥലത്തും ഉണ്ടാവാം, അത് ഉപയോഗപ്പെടുത്തുക. പണ്ടൊക്കെ ഒരാൾ ഒരു കുടുംബത്തിൽ നിന്ന് ജോലിക്ക് പോകുക എന്നുള്ളതിൽ നിന്ന് മാറി ഇപ്പോൾ രണ്ടാളും പോകുക എന്നുള്ളിടത്തിലെത്തി. എന്നാലും എന്ത് ചെയ്യില്ല വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ ചിലവുകൾ ഇതാക്കാനോ ആരോഗ്യമുള്ള ഭക്ഷണമായി കഴിക്കാനോ കഴിയുന്നില്ല. ഇപ്പം നമ്മൾ വെളിച്ചെണ്ണയുടെ കേസിൽ ഹൃദയത്തിന് കുറച്ചുകൂടി ആരോഗ്യം കൊടുക്കുന്നത് തേങ്ങയുടെ വെളിച്ചെണ്ണയാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കുറ്റിയടി വെളിച്ചെണ്ണയുടെ ഇതിൽ പോകുന്ന സമയത്ത് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെയിൽ ഡൗൺ ആകുന്നൊരു വിഷയമുണ്ട്. ആളുകളുടെ ബൈങ് കപ്പാസിറ്റി കുറയുന്നതുകൊണ്ടാണല്ലോ ഇത് വരുന്നത്. ഇപ്പം ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തുക, ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക. ബൈങ് കപ്പാസിറ്റി കുറയുന്നത് കൊണ്ടല്ല, ഫുഡ് ഹെൽത്തി ആകണം എന്നുള്ളതിലേക്ക് ആളുകൾ എത്തിയിട്ടില്ല. വെളിച്ചെണ്ണ വാങ്ങാനുള്ള കപ്പാസിറ്റി കുറവൊന്നുമില്ല. ജ്വല്ലറിയിൽ എങ്ങനെ സ്വർണ്ണം എത്ര വില കൂടിയിട്ടും ജ്വല്ലറിയുടെ കച്ചവടം കുറയുന്നില്ലല്ലോ, സിമൻറ്റിൻ്റെയും കമ്പിയുടെയും കച്ചവടം കുറയുന്നില്ലല്ലോ. അപ്പോൾ ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഡൈനിങ് ടേബിളിൽ വെച്ച് ഫുഡുണ്ട്. നല്ല തേക്കിൻ്റെ, നിലമ്പൂർ തേക്കിൻ്റെ ഇൻറ്റീരിയർ ഉണ്ട്, മക്രാന മാർബിളിൻ്റെ ഫ്ലോറിംഗ് ഉണ്ട്, അതുപോലെ ഇറ്റാലിയൻ സീലിംഗ് അങ്ങനത്തെ ഫിറ്റ് ഔട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഫുഡാണെങ്കിലോ നാച്ചുറൽ റൈസല്ല, മീറ്റ് ഫ്രോസണാണ്, പച്ചക്കറി എവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നാണ്. ഇതിനു വേണ്ടി ഒരാൾ പണം ചെലവഴിക്കുന്നത് തൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കണം. പിന്നെ നോളസിറ്റി റൈസ്, അതിന് കിലോയ്ക്ക് 100 രൂപ. അതേ സാധനം പുറത്ത് 60 റുപ്യ കിട്ടും. ഏതാ വാങ്ങേണ്ടത്? മുന്തിയത് കഴിക്കണം. യെസ്, 100 റുപ്യൻ്റെ വാങ്ങണം. കാരണം ഞാൻ 5000 റുപ്യൻ്റെ ഷർട്ടാണ് ഇടുന്നത് എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നില്ലേ? 500 റുപ്യൻ്റെ ഷർട്ട് ഇട്ടാൽ പോരെ? സോ ബ്രാൻഡഡിലല്ല, നമ്മുടെ ക്യാരക്ടറിലാണ് നമ്മുടെ മൂല്യം നിശ്ചയിക്കുന്നത് എന്ന് പറയുന്നത് പോലെ മനുഷ്യന് ഏറ്റവും ആവശ്യമായ അവൻ്റെ ജീവിതത്തെ ബാധിക്കുന്നതാണ് ഫുഡ്. ഇതിനെക്കുറിച്ചാണ് നിങ്ങൾ ക്ലാസ് കൊടുക്കേണ്ടത്. നിങ്ങൾ സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ട ആവശ്യമാണ്. കുറ്റ്യാടി വെളിച്ചെണ്ണ നല്ലതാണ്, അത് വാങ്ങിക്കോളെന്ന് പറഞ്ഞതിന് പകരം നല്ല വെളിച്ചെണ്ണയെ കഴിക്കാവൂ എന്നുള്ള ക്ലാസ് കൊടുക്കുക. അപ്പോൾ അവരെ അന്വേഷിക്കുന്നത് എവിടെ കിട്ടാൻ. അപ്പോൾ നമ്മൾ പരസ്യം ചെയ്യേണ്ടി വരില്ല. താഹിർ എന്താ ചെയ്യുന്നത്? ഞാൻ MBA ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, എയ്മർ ബിസിനസ് സ്കൂളിൽ തന്നെ, ഇവിടെ മർക്കസ് യൂണിവേഴ്സിറ്റിയിൽ. എയ്മറിൻ്റെ പഠന മേഖലയിൽ പഠനകാലത്ത് തന്നെ പരിശീലനമാണല്ലോ. അതെ അതെ അതെ. മറ്റേതെങ്കിലും കമ്പനികളിൽ ചെന്ന് പരിശീലനം നേടുകയാണോ, അല്ലെങ്കിൽ വല്ല സ്വന്തം സ്റ്റാർട്ടപ്പിലേക്കോ മറ്റോ എത്തിയോ? അതായത് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ലാസ്റ്റ് ഒരു ഓൺട്രപ്രണർ ആവണം എന്നുള്ളത് തന്നെയാണ്. ബട്ട് ബിഫോർ എൻറ്ററിങ് ടു ദാറ്റ് എന്തെങ്കിലും ഒരു ഈ വർക്ക് മേഖല അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചിട്ട് റിയലായിട്ട് എങ്ങനെയാണ് ഒരു ഓപ്പറേഷൻ റൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എങ്ങനെയാണ് അവിടുത്തെ ഓപ്പറേഷൻ, അതൊക്കെ പഠിച്ചിട്ട് ഇൻഷാല്ലാ ഇറങ്ങാമെന്നുള്ളൊരു ആഗ്രഹമാണ്. അതായത് ഫസ്റ്റ് കുറച്ച് കാലം ഒന്ന് വർക്ക് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ 1-2 എക്സ്പേർട്ട് അഡ്വൈസും അത് തന്നെയാണ്. നമ്മൾ പെട്ടെന്നൊരു ഓൺട്രപ്രണർഷിപ്പ് ജേണിയിലേക്ക് ജമ്പ് ചെയ്തിട്ട് ഒരു മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒന്നും വരുത്താതെ ഒന്ന് വർക്ക് ചെയ്ത് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഏതാണ് നിങ്ങളുടെ ഏരിയ, അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇറങ്ങുന്നതാണ് ഒന്നൊരു നല്ലതെന്നാണ് എനിക്ക് കിട്ടിയൊരു അഡ്വൈസ്. ഇൻഷാല്ലാ അങ്ങനെയാണ് വിചാരിക്കുന്നത്. എയ്മർ ഒരു വലിയ ഫീസ് വാങ്ങുന്ന സ്ഥാപനമാണല്ലോ. അതെ അതെ. സോ എയ്മറിലുള്ള ക്വാളിറ്റിയും ഒക്കെ എങ്ങനെയാണ് ക്യാഷ് വാങ്ങുന്നതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മുതലാകുന്നുണ്ടോ? ഓഫ്കോഴ്സ്. അതായത് പലരും അവിടുത്തെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി. ഐ ആം ആസ് എൻ സ്റ്റുഡൻറ്റ്. റീസെൻ്റ്ലി ഞാനിപ്പോൾ ഒരു പ്രൊജക്റ്റ് കാലിക്കറ്റ് പ്രൊജക്ട് സുലൈമാനി എന്നുള്ള രീതിയിൽ ബീച്ച് ക്ലീനിങ് ആൻഡ് അവയർനെസ് ഡ്രൈവ് കണ്ടക്ട് ചെയ്ത് ഞാനാണ് ആദ്യമായിട്ട് ആ പ്രോഗ്രാം ഇനീഷ്യേറ്റീവ് എടുത്തത്. അപ്പോൾ അതിനൊക്കെ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്തത് ഞാൻ മനസ്സിലാക്കുന്നത് SDP എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട് അവിടെ, സ്റ്റുഡൻറ്റ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. അതായത് കുട്ടികളിലെ ഓരോരുത്തരുടെയും സ്കില്ല് കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുക, എൻഹാൻസ് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് റീസെൻ്റ്ലി കോണ്ടൻറ്റ് ക്രിയേഷൻ എന്നുള്ളൊരു പ്രോസസ്സൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ ഒരു ക്യാമറയുടെ മുമ്പ് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ എനിക്ക് അവിടെ നിന്നാണ് ബിൽഡ് ചെയ്ത് കിട്ടി.
അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റും കാര്യങ്ങളും ഒക്കെ നമ്മുടെ സൊസൈറ്റിയിലേക്ക് ആസ് എൻ ഇൻഫ്ലുവൻസർ നമുക്കൊരു സൊസൈറ്റി ഒന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റണം. നമ്മൾ ഫസ്റ്റ് ദിവസം തന്നെ അറൗണ്ട് ഒരു 150+ വളണ്ടിയേഴ്സിനൊക്കെ വെച്ച് ബീച്ച് ക്ലീനിങ് ആ ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാനും പറ്റി. ആളുകളൊക്കെ വേസ്റ്റൊക്കെ അവിടെ ഈവൻ ഇരിക്കുന്ന സീറ്റിലൊക്കെ ഇട്ട് പോവുക. സിവിക് സെൻസിനൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്ത് നമുക്ക് അതിനുള്ള കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ കിട്ടിയത് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ഈ STP എന്നുള്ള പ്രോഗ്രാമും അതുപോലെ ഈ ക്യാമറയുടെ മുമ്പ് നിന്നൊക്കെ സംസാരിക്കാനുള്ള കോൺഫിഡൻസും കാര്യങ്ങളും എനിക്ക് റീസെൻ്റ് ശരിക്കും ഭയങ്കര രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എയ്മ ബിസിനസ് സ്കൂൾ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് സക്സസ്ഫുൾ ഓൺടർപ്രണേഴ്സായിട്ട് വളർന്നു വരട്ടെ.